ഹായ്, നമസ്കാരം. നമ്മള് പരിപാടി മാറ്റി പിടിച്ചിട്ടില്ല. നമ്മളൊരു സുഹൃത്തിന്റെ, നമ്മുടെ റൂംമേറ്റ്സിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് സ്പെഷ്യൽ, ജസ്റ്റ് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ബിരിയാണി. ഓക്കെ, അപ്പോൾ ബിരിയാണിന്റെ അരിയെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ കറീന്റെ ബിരിയാണിന്റെ നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് കേട്ടോ, നെയ്ച്ചോറിന്റെ ഒരു പരിപാടിയെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ ഇതാ നല്ല തേങ്ങ വറുത്ത് അരച്ച് വെച്ച ചിക്കൻ കറിയാണ്. ഇതാ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് മൂപ്പറാണ്. മൂപ്പറ് ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, അപ്പൊ ബിരിയാണിന്റെ നെയ്ച്ചോറിന്റെ പിന്നെ മുന്തിരി, ഏലക്കായി, സ്റ്റാർ, ഇതിന്റെ പേര് മറന്നുപോയി, കരവപ്പൊട്ടി. ഓക്കെ, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ചിക്കൻ കറി സൂപ്പറാണ്. നമ്മളെ സ്പെഷ്യൽ പ്രവാസികളുടെ ചിക്കൻ കറി. പ്രവാസികൾ ഇങ്ങനത്തെ കിട്ടുന്ന കാരണം തേങ്ങ വറുത്തിട്ട് അരച്ച് വെക്കാം. കുറച്ച് പഴയ വേണ്ടി ഇങ്ങനൊന്നും വെക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മള് പൊതുവെ അങ്ങനെ നമ്മള് മലയാളി സൈഡ് ഇത് ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് വെക്കാറ്. അപ്പൊ ഓക്കെ, ചിക്കൻ കറി ബിരിയാണി ആയിട്ട് നമ്മൾ അടുത്ത ലൈവ് വരും. ഓക്കെ, താങ്ക് യു. നമ്മളെ എന്താ നെയ്ച്ചോറ് ഏകദേശം ആവാനായിട്ടില്ല. നമ്മളെ ചിക്കൻ കറി ആയി കഴിഞ്ഞിരിക്കുന്നു. സലാഡ് ഒരു 10 മിനിറ്റ് കൂടി കഴിയും നമ്മള് ഭക്ഷണത്തിന്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വരുന്നുണ്ട്. നെയ്ച്ചോറ് ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമുക്കിതെല്ലാം സുഖമുള്ളൂ. നെയ്ച്ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഓൾറെഡി സലാഡ് ഇവിടെ ആയിട്ടില്ല. സലാഡ് ക്യാരറ്റ്, കുക്കുംബർ, വലിയുള്ളി, തൈര്, പച്ചമുളക് ഇതെല്ലാം കഴിച്ചു. പിന്നെ കിച്ചണിന്ന് വലിയതൊന്നും ഉണ്ടാവില്ല, കാരണം കുറേ ആൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടങ്ങ് പോവും. ഓക്കെ, പിന്നെ നാടൻ ചിക്കൻ കറിയാണ്. അതിന്റെ ടേസ്റ്റ് ഒക്കെ കേടി കിട്ടൂല, കാരണം നമ്മൾ വെച്ചാൽ നമുക്ക് ടേസ്റ്റ് അറിയാം, നമുക്ക് അറിയുമെന്ന് അറിയാം. എന്നാലും തേങ്ങയെല്ലാം അരച്ചിട്ട് തേങ്ങ വറുത്തിട്ടിട്ട് അവസാനം ലാസ്റ്റ് നെയ്യിൽ തേങ്ങ വറുത്തിട്ട് ചിക്കൻ കറി. അതിന്റെ പ്രൊപ്പറേറ്റർ ജെ സാറാണ്. ഓക്കെ, മൂപ്പറ് ബർത്ത്ഡേ ആണ് ഇന്ന്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ബർത്ത്ഡേ ആശംസകൾ. ഓക്കെ ഓക്കെ, നമുക്ക് റെഡി ആക്കിണ്ടോ നോക്കട്ടാ. ഒന്നോളൂ, പരിപാടി ഭക്ഷണം റെഡി ആക്കിണ്ട്. ഹായ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിട്ട് देखो बहुत अच्छा बना है। चिकन नहीं दिखेगा, बहुत खुशबू आ रहा है। थोड़ा चक्कर भाई चेक करो ना। हमारा സുഹൃത്തുക്കളാണ്. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ടൈ ചിക്കൻ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. बराबर है, सही है, अच्छा बराबर. ഓക്കെ ओके, നമ്മൾ കഴിക്കാൻ പോകാണേ. ശരി, आइटम കഴിക്കാൻ പോകാണേ. ഓക്കെ, ഇവിടെ നിന്നെടുത്ത ഇത് ചിനോ പിടിക്കണ ചോർ. ഓക്കെ ओके കളപ്പാ. अच्छा नहीं है, अच्छा नहीं है. എവിടെ എത്തി കഴിക്കാം. എടാ പ്ലേറ്റ് എവിടെ?
എല്ലാവർക്കും വേണ്ടി പ്ലേറ്റ് ഞാൻ കൊടുക്കുകയാണ്. സലാഡ് സലാഡ് പ്ലേറ്റ് എടുക്കാം. സലാഡ് ഉണ്ട്. സലാഡ് ഉണ്ടാണ്. ഉണ്ടല്ലോ വേറെ മറന്നുപോയി. ഇപ്പൊ ശരിയല്ലേ എവിടെ പപ്പടം ബാക്കിയില്ലല്ലോ. ഉച്ചക്കത്തെ പപ്പടം ബാക്കിയില്ലല്ലോ. ഉച്ചക്കത്തെ പപ്പടം ഉച്ചക്കത്തെ പപ്പടം. ഉച്ചക്കത്തെ പപ്പട വെച്ചോ വെച്ചോ വെച്ചോ. ഇപ്പൊ ശരിയാ. രണ്ടേ കഴിച്ചില്ല. ഒന്നെനിക്ക് കിട്ടിയ പ്രശ്നം ഉണ്ടാക്കുവേ. കിട്ടിയില്ല. ഒരു പപ്പടമുള്ള ഒരുത്തിന് കിട്ടിയില്ല. അവിടെ മൂപ്പറെടുത്ത് ചാത്തന്മാര് കളഞ്ഞ് എന്റെ പപ്പടം കിട്ടിയതിന് പ്രശ്നമാവേ. ആരെയും കഴിച്ച അഭിപ്രായം പറയ്. ആരെയും കഴിച്ച അഭിപ്രായം പറയ്. എന്തിനാ ചോറ ഇടാ സമയം ചിക്കൻ കറി എടുക്കില്ല. ഒരു സ്പൂൺ കൂടി ഇട്ടോ. ആ മതി ഇന്ന് സ്പെഷ്യൽ സാലാഡാ. അതായത് നമ്മളെ സ്ക്രാച്ച് ചെയ്ത സാലാഡാ. മറ്റേ ചിക്കൻ കറി അപ്പുറത്തേക്കോ സൈഡ് പറഞ്ഞതിൽ ചെങ്ങായി നടക്കുന്നുണ്ട്. ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡൊക്കെ പറയാം. ശരിയാവില്ല. അത് സൈഡ് നല്ല സൈഡാണ്. നമ്മുടെ സൈഡാ വശ ഷിനോജു വലത് വശ. താൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്ക്. ഒന്ന് പറഞ്ഞാ മേലോട്ട് നോക്കിട്ട് അപ്പുറത്ത് നോക്കിട്ട് എങ്ങനെയുണ്ട് നെയ്ച്ചോറ്? നമ്മളെ പെരുന്നാൾ ആശംസകളുള്ള പെരുന്നാൾ ഫുഡ് സൂപ്പറായി. പെരുന്നാൾ ഫുഡ് അതല്ല അടിപൊളി അടിപൊളിയല്ലേ സിനോജ്? ഓക്കെ.